ഞാൻ അവനെ കണ്ടിടൂ, എന്റെ കാലനെ. ആ കോടീശ്വരന്റെ വീട്ടിൽ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അപ്പൊ ഈ ഇരിക്കുന്ന നീ? അത് ഞാനല്ല. ഇന്ന് നമ്മൾ റിയാക്ട് ചെയ്യാൻ പോകുന്നത് എന്റെ അപരന്മാരെയാണ്. ജോക്കുട്ടൻ ഡ്യൂപ്ലിക്കേറ്റ്, ജോക്കുട്ടൻ ജോക്കു എവിടെയോ കണ്ട പോലെ. ഞാനില്ലേ, അത് ഞാനല്ല. ഞാൻ എവിടെയോ ആണ് നല്ല സുന്ദര കുട്ടപ്പനായിട്ട് ഇങ്ങനെ ജീവിക്കുന്നത്. എന്നെ ആരണ്ട് ഊതി വീർപ്പിച്ച പോലെ ഉണ്ടല്ലോ ഇത്. അടുത്ത് നോക്കട്ടെ, എന്താ ജോക്കുട്ട AI ട്യൂട്ടോറിയൽ തുടങ്ങിയെന്ന് കേട്ടു. AI ട്യൂട്ടോറിയലോ? Watch AI separate each instrument from Michael Jackson's Billie Jean. The voice, the bass, the chords. You want to play with AI and see how crazy it is? ഇതിപ്പോ ഞാൻ മുടി വെട്ടിയ പോലെ ആണല്ലോ. See how crazy it is? അത് എനിക്ക് മാത്രമാണ് ഇങ്ങനെ തോന്നുന്നേ. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്നെ പോലെ? എനിക്കും ചെറുതായിട്ടൊക്കെ തോന്നുന്നുണ്ട്. ഈ കാണുന്നവരോട് ഒരു കാര്യം പ്രത്യേകം പറഞ്ഞേക്കാം, ഞാനും എന്റെ തന്തയൊന്നും ഇന്ത്യ വിട്ട് പുറത്തേക്കൊന്നും പോയിട്ടില്ല. എനിക്കൊന്നും അറിയാൻ പാടില്ല ഇവരൊക്കെ. കുറെ നേരായി ഒരാളെ പോലെ 7 പേരുണ്ടെന്നല്ലേ പറയുന്നത്. പക്ഷെ ഞാനും എന്റെ അപ്പനും ഒന്നും അങ്ങനെ ഇന്ത്യ വിട്ട് പുറത്ത് പോയിട്ടില്ല. Let's go. അടുത്ത് നോക്കാം, ജോക്കുട്ടൻ. ഇയാളെ എവിടെയാണോ നോക്കട്ടെ. ഇത് ഞാനാണല്ലേ? ഇതും എന്നെ പോലെ തന്നെ ഉണ്ടല്ലേ? എല്ലാവർക്കും ഭയങ്കര മസിലാണ്. എനിക്ക് മാത്രം കിട്ടിയില്ല. എനിക്ക് അത്യാവശ്യമൊക്കെ ബോഡി ഉണ്ടായിരുന്നതാ, പിന്നെ അങ്ങോട്ട് തേഞ്ഞു പോയി. പലരുടെയും വിചാരം ഇത് ഞാനാണെന്നാണ്. പലർക്കും കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, ഇത് ജോക്കുട്ടൻ തന്നെയാണോ, നമ്മുടെ ജോക്കുട്ടൻ ഇങ്ങനെയൊന്നും അല്ല അല്ലേ? ശരിക്കും ഞാൻ തന്നെയാണ്. എന്തൊരു ചന്ത വെച്ച പെൺകുട്ടികളെ പോലെ ഡാൻസ് കളിച്ചു കഴിഞ്ഞാൽ കാണുന്ന ആൺകുട്ടികളല്ല എന്ന് പറയുന്ന പൊട്ടക്കണക്കിലെ തവളകൾ ജീവിക്കുന്ന കേരളത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ആണുങ്ങളെ കണ്ടിട്ടില്ലാത്ത മണിയങ്കോട്ടെ അച്ചിക്കോന്തന്മാർക്ക് പുരുഷ പ്രജകളെ കണ്ടാൽ കണ്ണിൽ ഇരുട്ട് കയറും. കമന്റ് ബോക്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ഇട്ടേക്കാം, അല്ലെങ്കിൽ ഇവിടെ കാണും. ഇവിടെ എടാ നീ സൂപ്പറാടാ. നോക്കിയേ ഗൈസ്, ഇത് എന്നെ പോലെ തന്നെ ഉണ്ടല്ലോ ഇവന്മാരെല്ലാം. എല്ലാ മതത്തിലും ഉണ്ടോ ഇങ്ങനെ ഓരോന്നും? ചില ആൾക്കാർ കമന്റ് ബോക്സ് എന്ന് പറയുന്നത് കേട്ടോണ്ട് ജോക്കുട്ടനെ കാണാനായിട്ട് മറ്റേ സുന്ദർ പിച്ചായനെ പോലെ ഉണ്ട്, മറ്റേ ഗൂഗിൾ CEO ഇല്ല സുന്ദർ പിച്ചായി, പിന്നെ മാഡിലെ പോകാനെ പോലെ ഉണ്ട്. അല്ല, റോബിലെ മാഡിലെ റോബ്. മാഡ് മനസ്സിലായില്ല നിങ്ങൾക്ക്? മറ്റേ പോകോന്ന് പറയുന്ന ചാനലിനകത്തുള്ള മാഡ്, അതിനകത്ത് പുള്ളിയില്ല റോബ്, പുള്ളിയെ പോലെ ഉണ്ടെന്നൊക്കെ എനിക്കും ചില സമയത്തൊക്കെ തോന്നാറുണ്ട്. ചിലവരുടെ കൂട്ടുകാരെ പോലെ ഉണ്ട്, ചിലവരുടെ ക്ലാസ് ടീച്ചറിനെ പോലെ ഉണ്ട്, ചിലവരുടെ എക്സ് ബോയ് ഫ്രണ്ടിനെ പോലെ ഉണ്ടെന്നൊക്കെയാണ് ചിലർ കമന്റ് ചെയ്യാറുള്ളത്. എന്താണേലും ഇതൊന്നും ഞാനല്ല. ഞാനെന്തോ ഹിപ്പോപ്പൊട്ടാമസിനുണ്ടായ പോലെ ഉണ്ട്. ഇത് ഞാനാണോ? ഞാൻ സൂപ്പറാണോ? എടാ മുടിയും താടിയും കണ്ണടയും മസിലും വെച്ച് കഴിഞ്ഞാൽ ജോക്കും ആവില്ല. തൊപ്പി വെച്ചാലെല്ലാം ജോക്കോ എന്ന് വിചാരിക്കരുത് പ്ലീസ്. എടുത്ത് നോക്കാം, ജോക്കുട്ടന്റെ ഷേപ്പ് അതാരാണോ? ഏതായി അവതാരം? ഒന്നുമില്ലാട്ടാ, നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്ക പറഞ്ഞ ഡയലോഗ് ഉണ്ട്, I can do this all day. എന്റെ കമ്പിയിലും പല്ലിട്ടിട്ടുണ്ട് കേട്ടോ. അല്ല, അതുകൊണ്ടാണ് പലർക്കും ഒരു സംശയം തോന്നുന്നു.
അല്ല, ഈ പുള്ളി അല്ല ഞാൻ. ഏതാണെങ്കിലും പുള്ളിയുടെ വീഡിയോസ് ഒക്കെ അടിപൊളിയാണ്. ഇംഗ്ലീഷ് പഠിക്കുമ്പോഴായാലും കൺസിസ്റ്റൻസി ആണ് മെയിൻ. ഏതെങ്കിലും ഒരു പൂരത്തിന് വേണ്ടി പുണ്ട് പൊട്ടിച്ച് പോയാല് നടക്കൂലട്ടാ. എന്റെ ഈ താടി, എന്റെ ഈ ബുൾഗാൻ, പല്ലില് കമ്പി, ഫേസ് കട്ട്, ഹെയർ കട്ട്, ശരിയാണ് ഏകദേശം ഒക്കെ ഒരു Has he called the police? How long has he been gone? Has he arrived? ഈ പുള്ളിക്കാരന്റെ ഇംഗ്ലീഷ് പ്രൊനൗൺസിയേഷൻ അടിപൊളിയാണ്. 4 കൊല്ലം മുമ്പ് പറഞ്ഞ ടെൻസ് ഞാൻ ഇന്ന് കംപ്ലീറ്റ് ആക്കാൻ പോവാൻ. ടെൻസ് ഇതാണ്: I will get rich and I am rich. ഏകദേശം ഒരു ഷേപ്പ് ഉണ്ടെന്നേ ഉള്ളൂ, അല്ലാണ്ടൊന്നുമില്ല. അടുത്ത് നോക്കട്ടെ. Just tell me. Do you love me? അത്രയ്ക്കൊന്നും ഇല്ലെങ്കിലും അവന്റെ സിറ്റുവേഷൻ ഒക്കെ ഏകദേശം ഒരുപോലെ തന്നെയാണ്. നമ്മളെയൊക്കെ ആര് പ്രേമിക്കാൻ, നിന്റെ അവസ്ഥ തന്നെ എന്റെ കേട്ടോ. ഇരുന്ന് കാറ്റാ. Do you love me? No. അവള് നോ പറഞ്ഞു. എന്നാ നീ കരഞ്ഞോ, ഞാൻ ഇച്ചിരി എളിഞ്ഞിരിക്കട്ടെ. അടുത്ത ആളെ നോക്കട്ടെ. ആരാണ് എനിക്ക് സജസ്റ്റ് ചെയ്തത്? നീ കൊള്ളാമല്ലോടി വെച്ച്. എടാ, ഇത് കണ്ടിട്ട് എന്നെ ആയിട്ട് കമ്പയർ ചെയ്യല്ലടാ. എടാ, ഞാനൊക്കെ ഏതോ കൊട്ടാരത്തില് ജീവിക്കുക. ഈ നിൽക്കുന്ന ഞാനല്ല. തൊപ്പി വെച്ചത് കൊണ്ട് ജോക്കും ആവില്ല ഗൈസ്. പുള്ളിക്കാരനെ ക്ലോസ് ആയിട്ടൊന്ന് നോക്കാനോ. ഓ, കന്നഡയുടെ കുറവുണ്ട്. ഓക്കെ, കന്നഡ കാണോ? കന്നഡ പുള്ളിക്കുണ്ടോ? ഉണ്ട്. നോക്കാം. ഇപ്പൊ കറക്റ്റായോ? എല്ലാരും ഈ താടിയും കന്നഡയും തൊപ്പിയും വെച്ചിട്ടാണ് സംസാരിക്കുന്നത്. അല്ലാണ്ട് ഇവർക്ക് യാതൊരു സാമ്യവും ഇല്ല ഞാനുമായിട്ട്. അത്ഭുതപ്പെടുത്തുകയാണ്. ഞാനല്ല, തുടക്കം ഞാനാണെന്ന് തോന്നി അല്ലേ? ജോക്കുനെ പോലുള്ള എല്ലാവർക്കും ഭയങ്കര മസിലാകട്ടോ. അടുത്ത് നോക്കാം. പറയാൻ വാക്കുകളില്ല. ഇതും കൊറേ പേര് പറഞ്ഞായിരുന്നു. ജോക്കു ഇതുവരെ മേത്ത് മണ്ണൊന്നും മാറി അറിയത്തില്ല കേട്ടോ. പക്ഷെ ഈ വീഡിയോ അടിപൊളിയായിരുന്നു അവസാനം. പെട്ടെന്ന് നോക്കുമ്പോ ഒരു ആംഗിളിൽ ഏറെക്കുറെ. അടുത്ത് നോക്കട്ടെ. എനിക്ക് മാത്രം കിട്ടിയില്ല. എല്ലാവർക്കും അപ്പടി ബോഡിയാ. എനിക്ക് മാത്രം കിട്ടിയില്ല. നമുക്ക് കുറച്ച് മസിലൊക്കെ ആയാലോ ഗൈസ്. ഏതോ ഒരു ആംഗിളില് ചെറുതായിട്ടുണ്ട്. अपने फाइटर्स को पानी में कूदते हुए देखकर मैं भी उत्तेजित हो गया. വിത്ത് ജവാലിനെ പറയണ്ടോ ഗൂയിസ്? ചില ആംഗിൾ എനിക്കും പലപ്പോഴും തോന്നാറുണ്ട്. പക്ഷെ അത്രയ്ക്കൊന്നും ഇല്ല. പുള്ളി എന്നേക്കാൾ നല്ല ഭംഗിയാണ് കാണാൻ. അതായത് എനിക്കും ഭംഗിയുണ്ട് എന്ന്. ബോഡി മാത്രമില്ല. ചാട്, ഞാനും ചാടാ ഒപ്പം. ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ. എന്റെ അഭിനയം കണ്ടതിൽ നിങ്ങൾക്ക് ഭയങ്കര സന്തോഷമുണ്ടെന്ന് തോന്നിക്കാണും. വേറൊരു കാര്യം, അക്ഷയ് വ്ളോഗറിന്റെ ഒരു വീഡിയോ ഇതുപോലെ ചെയ്തിട്ടുണ്ട്. വർഷങ്ങളായിട്ട് ആൾക്കാർ കമന്റ് ചെയ്യുന്നത് ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്ത് ഞാൻ ഇതിന് സേവ് ചെയ്ത് വെച്ചതാണ്. അപ്പൊ എനിക്ക് തോന്നി ഇപ്പൊ അങ്ങോട്ട് ചെയ്തേക്കാൻ കുറെ ക്ലിപ്സ് ആയല്ലോ. ഇതുപോലെ കുറെ ഉണ്ട്, ഞാൻ പല പേരും ഓർക്കുന്നില്ല. എന്താണെങ്കിലും നിങ്ങൾക്ക് തോന്നിയ ആൾക്കാരൊക്കെ നിങ്ങൾ കമന്റ് മെൻഷൻ ചെയ്യുക. ഇതുപോലെ സാമ്യമുള്ള ആൾക്കാരൊക്കെ നിങ്ങൾ എനിക്ക് അയച്ചു തരിക. നമുക്ക് അടുത്ത വീഡിയോയിൽ റിയാക്ട് ചെയ്യാം. നമുക്ക് നമ്മുടെ അവസാനത്തെ വീഡിയോയിലേക്ക് പോകാം. അതും എന്നെ പോലെ ഇരിക്കുന്നു. ഞാനും അത് തന്നെ ആലോചിക്കുന്നത്. ഞാൻ എന്തെല്ലാം ചെയ്യും ഇനി? എവിടെ നോക്കിയാലും എന്നെ പോലുള്ള വിടലുകളാണുള്ളത്.
ഇനിയിപ്പോൾ ഒരേ വഴിയുള്ളൂ, തൊപ്പി മാറ്റുക, താടി പഠിക്കുക, കണ്ണട മാറ്റുക, ഒരു ഫുൾ ചേഞ്ചർ നടത്താണ്ട് എനിക്ക് ഇതിന് മോചനം കിട്ടുമെന്ന് തോന്നാറില്ല. എനിവേ, നമ്മളെപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നത് പോലെ അവസാനത്തെ ഒരു പാട്ടുകാരനെ സപ്പോർട്ട് ചെയ്യണ്ടേ? നമുക്ക് നമ്മുടെ അവസാനത്തെ വീഡിയോയിലേക്ക് പോകാം. ചേരുമോ ചിരിമഴയുമായി പുലരുളിയുമായി വീണ്ടും നീയോ മിഴിനിറയുമീരൻ കണം നീയോ കാർമുകിലും ഓടും തിങ്കളോ നീയോ പുതുമഴ തരുന്നൊരു സുഖം ഓരോ റിക്സൺ എന്നെന്തോ ആണ് പേര്. അടിപൊളിയായിട്ട് പാടി എനിക്കിത് അയച്ചു തന്നിട്ട് ഒരു ട്രൈ ആണെന്നൊക്കെ പറഞ്ഞാണ് അയച്ചു തന്നത്. എനിക്കിതിൻ്റെ തുടക്കം ആ സ്റ്റാർട്ടിങ് കേട്ടപ്പോൾ തന്നെ ഞാൻ സേവ് ചെയ്തു. ചില പാട്ടുകൾ അങ്ങനെയാണ്, നിങ്ങൾ ആരെങ്കിലും പാടിയ പാട്ട് തന്നെ പാടിയാലും കുഴപ്പമില്ല, പക്ഷെ അത് കേൾക്കുമ്പോൾ, ആ തുടക്കം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഫീല് വരണം, ലൈക്ക് ഇത് കൊള്ളാം എന്നൊരു തോന്നണം. കാരണം ഒരുപാട് പേര് എനിക്ക് പാട്ടുകൾ അയച്ചു തരുന്നുണ്ട്. ചില പാട്ടുകൾ നമുക്ക് ആ ഒരു ഫീല് വരാറില്ല പലപ്പോഴും. എനിക്കറിയില്ല, പേഴ്സണലി എനിക്ക് അങ്ങനത്തെ ഒരു ഫീല് വന്നാലേ ഞാൻ ആ പാട്ട് എടുക്കാറുള്ളൂ. അപ്പോൾ അയക്കുന്നവരെല്ലാവരും നന്നായിട്ട് പാടുന്ന ആൾക്കാർ തന്നെ, അല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ നിങ്ങളുടെ സോങ് സെലക്ഷനും കുറച്ച് ഇമ്പോർട്ടൻസ് ഉണ്ട്, വീഡിയോ എഡിറ്റിങ്ങിലും ക്വാളിറ്റിയിലൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ പണ്ട് മുതലേ അയച്ചു തന്ന ആൾക്കാരൊക്കെ ഉണ്ട്, എനിക്ക് ഒരുപാട് വരുന്നുണ്ട്. ചില ആൾക്കാർ കമന്റ് ബോക്സ് എന്ന് പറയുന്നുണ്ട്, ഇനി എത്ര നാൾ മുമ്പ് അയച്ചു, നമ്മളൊന്നും മൈൻഡ് പോലും ചെയ്യുന്നില്ല. അങ്ങനെയല്ല, ഒരുപാടുണ്ട്. ചിലരിങ്ങനെ ക്യൂ നിൽക്കുവാണ്. നമുക്ക് ബെറ്റർ എന്ന് തോന്നുന്നു നമ്മൾ എടുക്കും, മാത്രമേ ഉള്ളൂ. എനിവേ, ഇത്രയുള്ള എൻ്റെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടാത്ത ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്നെ ഇഷ്ടപ്പെടാത്ത എന്നെ ഇഷ്ടപ്പെടുന്ന അടുത്തൊരു വീഡിയോ ആയിട്ട് കൊണ്ടുവന്ന് വരുന്നതായിരിക്കും. നോട്ടിഫിക്കേഷൻ കിട്ടാത്ത ആൾക്കാരുണ്ടെങ്കിൽ ടെലിഗ്രാമിൽ ഗ്രൂപ്പുണ്ട്, ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഗോ ചെയ്യുക.